ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. UI/UX ഡിസൈനിങ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുറേ ആൾക്കാർ, പ്രത്യേകിച്ചും കുറേ കുട്ടികളൊക്കെ വിചാരിക്കാറുണ്ട്, സാധാരണഗതിയിൽ ഒരു കമ്പനി, സാധാരണഗതിയിൽ ഒരു ജോലി കിട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് UI/UX ഡിസൈനിങ്. കാരണം ഇപ്പോൾ ഗൂഗിൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ജോബ് സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒക്കെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറുക, ചെറിയൊരു ജോലി ഒപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം, ഒരുപാട് ജോലി സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കടന്നു വരുന്ന പുതിയ ആൾക്കാരോടും കറൻ്റ്ലി ഇപ്പോൾ ഈ മാർക്കറ്റിൽ നിൽക്കുന്ന ഡിസൈനേഴ്സായിട്ടുള്ള ആൾക്കാരോടും ഒക്കെ തന്നെ അവരുടെ ആ ഒരു ജോലി സാധ്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ ഒരു വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സ്വന്തമായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ആശയങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ സ്ക്രീനിൽ പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരാനില്ല. ഇതൊരു വോയിസ് ക്ലിപ്പായിട്ട് കണക്കാക്കുക. കുറച്ച് വോയിസിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടെ തിരിച്ച് ഇവിടെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പോലെ മാത്രം തൽക്കാലം ഈ വീഡിയോ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ UI/UX ഡിസൈൻ പഠിച്ചിട്ട് പല കുട്ടികളും പല കമ്പനികളിലും ജോലിക്ക് ഇപ്പോൾ ഒരുപാട് കമ്പനികൾ കയറുന്നുണ്ട്. അപ്പോൾ കയറുമ്പോൾ എല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഈ കമ്പനികളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏതൊരു പ്രൊഫഷനും നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനികളെ ഏകദേശം ഒരു 3-4 തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് വളരെ താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു വിഭാഗം കമ്പനികളുണ്ട്, കുറച്ചും കൂടെ ടോപ്പിൽ നിൽക്കുന്ന കമ്പനികളുണ്ട്, വളരെ മുകളിൽ നിൽക്കുന്ന കമ്പനികളുണ്ട്, വളരെ സൂപ്പർ ഹൈ ലെവലിൽ നിൽക്കുന്ന വൻകിട കമ്പനികളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കമ്പനികളെ തന്നെ, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികളെ തന്നെ നമുക്ക് പലതായിട്ട്, പല റേഞ്ചിലായിട്ട്, പല തട്ടിലായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കമ്പനികളിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലോക്കൽ നിലവാരത്തിൽ അല്ലെങ്കിൽ ഒരു ചെറുകിട കമ്പനിയിൽ ഒതുങ്ങിക്കൂടേണ്ടുന്ന ഒരു ലോക്കൽ പോസ്റ്റ് അല്ല. അത് ആദ്യം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും കഴിഞ്ഞവരും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ ഒരു കാര്യമാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു UI/UX ഡിസൈനറായിട്ട് ഒരാൾ ഒരു വൻകിട കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വൻകിട ലെവലിലുള്ള കമ്പനികളിലേക്ക് എങ്ങനെയാണ് ഇത്തരം ഡിസൈനേഴ്സ് എത്തിപ്പറ്റുന്നത്? അപ്പോൾ ഇത്തരക്കാരായ ഈ ഹൈ ലെവൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സ് എങ്ങനെ ആ റേഞ്ചിൽ എത്തിപ്പറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അത്രയും ഒരു ടോപ്പ് പോസ്റ്റിൽ എത്തിപ്പറ്റിയത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കും ഒരു വ്യക്തമായ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഒരു നല്ല രീതിയിലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയിൽ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ, ഒരു തുടക്ക ജോലി എന്ന നിലയിൽ നിങ്ങൾക്കൊരു ലോക്കൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വളരെ ചെറിയൊരു സ്ഥാപനത്തിൽ കയറി പറ്റുന്നത് കൊണ്ട് ഒരു തെറ്റില്ല. കാരണം എവിടെയും നമുക്കൊരു എൻട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പല കുട്ടികളും വളരെ നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് മികച്ച വലിയ കമ്പനികളിൽ തന്നെ ഒരു എൻട്രി ലെവലായിട്ട് ജോലിയും കയറി പറ്റുന്നുണ്ട്. അതായത് ഇൻറ്റേൺസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രഷറായിട്ടോ ഒക്കെ തന്നെ പല വലിയ കമ്പനികളിൽ മികച്ച ശമ്പളത്തോടു കൂടി തന്നെയാണ് പല ഡിസൈനേഴ്സും ഇപ്പോൾ തുടക്കം തന്നെ കയറി പറ്റുന്നത്. അപ്പോൾ ചെറിയ കമ്പനികളിൽ കയറുന്നത് ഒരിക്കലും തെറ്റാണ് എന്ന് ഞാൻ പറയുകയല്ല. ചെറുകിട കമ്പനികളും വളരെ നല്ലത് തന്നെയാണ്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ വ്യക്തമായിട്ട് താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്ന് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് അവന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറാൻ ചെറുകിട കമ്പനികൾ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ചെറുകിട കമ്പനിയിൽ കയറിയാലും നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, അഥവാ വളരെ ഹൈ ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം നിങ്ങളുടെ ജോലി, അതായത് നിങ്ങളുടെ ഈ ഒരു ഡൊമൈൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ UI/UX ഡിസൈനർ എന്ന് പറയുന്നൊരു നിങ്ങളുടെ ഒരു ജോലി പേര് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു ചെറിയ കമ്പനിയിൽ ചെറിയ ശമ്പളത്തിൽ മാത്രം ഒതുക്കേണ്ടതോ ആയ ഇൻഡസ്ട്രി അല്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിൽക്കുന്ന കമ്പനിയിൽ, അത് താഴേക്കിടയിലുള്ള കമ്പനിയായാലും അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിലുള്ള കമ്പനിയായാലും ഒക്കെ തന്നെ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് അടുത്ത പടികൾ കയറാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരികയുള്ളൂ. ഒരിക്കലും ഒരു ചെറിയ കമ്പനിയിലെ ഒരു ചെറിയ ശമ്പളത്തിൽ തീരാനുള്ള ജോലിയല്ല ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ചിന്തയാണ് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് മാറ്റിവിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാതലായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നു, ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും എനിക്ക് 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. ഇത്രയും വലിയൊരു കോഴ്സ് പഠിച്ചിട്ട് ഈ 10,000-നോ 15,000-നോ വർക്ക് ചെയ്യാനാണോ ഇത് പഠിക്കുന്നതെന്നൊക്കെ കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കമ്പനികളുടെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കാണുന്ന ഒരു കമ്പനിയിൽ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന കമ്പനി ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന കൾച്ചർ, അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകൾ ഒക്കെ തന്നെ അതിന് ഒരു ലെവൽ ഓഫ് പ്രോജക്റ്റുകൾ മാത്രമായിരിക്കും. അതായത് നല്ലൊരു ശതമാനം കമ്പനികളും, പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞാൽ കേരളത്തിൽ ഒരു ചെറുകിട കമ്പനികളെല്ലാം തന്നെ ഇപ്പോഴും വളരെ ലോക്കലായിട്ടുള്ള പ്രോജക്റ്റുകളാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കോ അകത്തുള്ള ഏതാനും കൊച്ചു കൊച്ചു ക്ലയൻസുകൾക്ക് വേണ്ടിയിട്ട്, ഏതാനും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് വളരെ തുച്ഛമായ പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ലോക്കൽ പ്രോജക്ട്സുകളെ മാത്രം ലക്ഷ്യം വെച്ച് പോകുന്ന ചെറുകിട കമ്പനികൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്ന്. അപ്പോൾ അത്തരം കമ്പനികളിലാണ് നിങ്ങൾ കയറി പറ്റുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തരുന്ന ഓഫർ, നിങ്ങൾക്ക് തരുന്ന പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ ചെറുതായിരിക്കും. പക്ഷേ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അവന് വലിയൊരു ഓപ്പണിംഗ് ഡോറാണ്. കാര്യം അവനൊരു കമ്പനിയിൽ ആദ്യമായി ഒന്ന് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമായിട്ടായിരിക്കും അവൻ അതിനെ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നതിലും ഒരു തെറ്റും ഇല്ല. പക്ഷേ നിങ്ങൾ ഓർത്തോളുക, ഈ ചെറുകിട കമ്പനിയിൽ ഈ ചെറുകിട പ്രോജക്റ്റുകൾ ചെയ്ത് ചെറിയ സാലറിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തന്നെ, ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു 6 മന്ത്, ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മനോഭാവത്തിൽ വളരെ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റുകൾ, ചെറുകിട പ്രോജക്റ്റുകൾ ചെയ്തു വാങ്ങുന്ന ഈ ചെറിയ സാലറി നിങ്ങൾക്ക് അടുത്തൊരു വലിയ കമ്പനികളിലേക്കുള്ളൊരു എൻട്രി ആക്കാനുള്ള ഒരു പോംവഴി മാത്രമേ ആയിട്ടേ ഇതിനെ കണക്കാക്കാവൂ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് മികച്ച IT കമ്പനികളിലെല്ലാം തന്നെ ഏകദേശം UI UX ഡിസൈനേഴ്സിൻ്റെ ആവശ്യകത ഒരുപാട് കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒട്ടുമിക്ക മികച്ച ഒരു മീഡിയം റേഞ്ച് ഓഫ് കമ്പനികളിൽ പോലും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ UI UX റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇന്ന് ഒരുപാട് നടക്കുന്നുണ്ട്. പല കമ്പനികളിലും ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതും വലുതുമായിട്ടുള്ള പല റേഞ്ചിലുള്ള പ്രോജക്റ്റുകളാണ് അവരെടുക്കുന്നത്. അപ്പം നിങ്ങൾ പോകുന്ന അടുത്തൊരു ലെവൽ ഓഫ് കമ്പനി എന്ന് പറയുന്നത് ഒരു മികച്ച ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ കുറച്ച് കമ്പനികളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അവിടെ കിട്ടുന്ന അവരുടെ ഇൻകം, അവരുടെ ഒരു കമ്പനിയുടെ എക്സ്പോഷർ, മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എടുക്കുന്ന എംപ്ലോയീസിനെയും അവർ അത്തരം റേഞ്ചിലുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ എടുക്കാൻ സാധ്യത. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ കുറച്ച് ഫ്രഷേഴ്സിനെ അല്ലെങ്കിൽ തുടക്കക്കാരെ എടുക്കാൻ പല കമ്പനികളും, കുറച്ച് വലിയ കമ്പനികൾ വരുമ്പോഴത്തേക്ക് അവരെ എടുക്കാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ക്ലയൻസുകളാണ്. അവിടെ ഒരു പുതിയ തുടക്കക്കാരനെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വളരെ ചെറിയ രീതിയിലുള്ള ഔട്ട്പുട്ട് അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഔട്ട്പുട്ട് കുറച്ചും കൂടെ വലുതായിരിക്കണം. കാരണം അവരുടെ ക്ലയൻസും കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെറുകിട കമ്പനികൾ ഒരു തുടക്കത്തിന് പറ്റിയ ഒരു സ്ഥലമാണ്. പല ചെറിയ കമ്പനികളിലും ലോക്കൽ കമ്പനികളിലൊക്കെ തന്നെ ഒരു എൻട്രിക്ക് പറ്റിയ സ്ഥലമാണ്. കാരണം നമുക്ക് ഒരു ജോലിയുടെ ഒരു ബിഗിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അത്തരം സ്ഥാപനങ്ങൾ നമ്മളെ സഹായിക്കും. പക്ഷേ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കയറുന്ന കമ്പനികളിൽ തന്നെ അവിടെ കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ, അവിടെ കിട്ടുന്ന നല്ലൊരു ടീം തുടങ്ങിയ കുറേ കാര്യങ്ങളിൽ പെട്ടുകൊണ്ട് ഒരുപാട് പേര് ആ ചെറിയ കമ്പനിയിൽ തന്നെ അവരുടെ കരിയർ ഒരുപാട് നാളങ്ങ് സ്പെൻഡ് ചെയ്ത് തീർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത് ഈ ഒരു കംഫർട്ട് സോൺ തന്നെയാണ്. കാരണം പല കമ്പനികളിലും നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മളൊരു ചെറിയ സാലറിയിൽ നിന്നുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു അവസരങ്ങൾ, നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടങ്ങ് പോകാമെന്ന് കരുതി ഒരുപാട് ഡിസൈനേഴ്സ് ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ ഒരുപാട് ചെറിയ ലോക്കൽ കമ്പനികളിൽ അവരുടെ കരിയർ അവിടെ തന്നെ തീർക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും അത് പാടില്ല. ഓർത്തോളുക, ഓരോ സ്റ്റെപ്പുകളും 1 by 1 ആയിട്ട് കയറി മുന്നോട്ട് പോകണം. ഏതൊരു പ്രൊഫഷണലായാലും, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഡിസൈൻ ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പുകളും 1 by 1 ആയിട്ട് കയറി മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്കും ഒരു ടോപ്പ് റേഞ്ച് കമ്പനിയിലെത്താനും ഒരു സാലറി റേഞ്ചിലെത്താനും ഒക്കെ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിലെ കംഫർട്ട് സോണിനെ അപേക്ഷിച്ച് അടുത്ത തലങ്ങളിലേക്ക് ചെന്നെത്താനും പോകാനുമുള്ളൊരു മനോഭാവം നമ്മൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ കെട്ടിപ്പടുക്കേണ്ടുന്ന ഒരു നല്ല ഒരു ശീലമാണ്. അതൊരിക്കലും ഒരു സ്ഥാപനത്തിന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് നമ്മൾ മോശമായി തള്ളിപ്പറയുകയോ എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് തേടുന്നത് ഏതൊരു പ്രൊഫഷനിലും വളരെ അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ്.
പ്രത്യേകിച്ചും നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രിയിലും. ഓക്കെ, അപ്പോൾ ഇത്തരം ഡിസൈൻ ഇൻഡസ്ട്രിയിൽ പറയുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഒരു ടാലൻറ്റ് എന്ന് പറയുന്ന സംഭവവും ഇതിൻ്റെ പിന്നിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു താരമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ, നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ആ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു റേഞ്ച്, ഇതെല്ലാം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രോജക്ട്സുകളുടെ ക്വാളിറ്റി കൂടി വരുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്കും സ്വാഭാവികമായിട്ട് അടുത്തടുത്ത മേഖലയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചും അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായില്ലെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പോകാനുള്ള സ്കോപ്പ് ഒരുപാട് കൂടും. അതുകൊണ്ട് തന്നെ നിൽക്കുന്ന ചെറിയ കമ്പനികൾ, പ്രത്യേകിച്ചും ലോക്കൽ കമ്പനികളൊന്നും ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ 1-2 സ്റ്റാഫുകളടങ്ങുന്ന ഏറ്റവും ചെറിയ കമ്പനി എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഡിസൈൻ വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകളെ മാക്സിമം പ്രകടിപ്പിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ലോക്കൽ എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങൾ എല്ലാ ചെറുകിട കമ്പനികളാണ്, ചെറിയ കമ്പനികൾ മാത്രമാണ് എന്നുള്ള ലക്ഷ്യത്തിൽ വെക്കേണ്ട. ചിലപ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉള്ള കമ്പനികളിൽ ചെന്നാൽ പോലും നിങ്ങൾ ചെയ്യേണ്ടുന്ന വർക്ക് ചിലപ്പോൾ ലോക്കൽ വർക്കുകളായിരിക്കാം. ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ഒരുപാട് വലിയൊരു ഓഫീസുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു ഡിസൈനർ എന്ന നിലയിൽ ചെയ്യേണ്ടി വരുന്ന പ്രോജക്റ്റുകൾ വളരെ ചെറുകിട സ്ഥാപനങ്ങളുടെ ചെറിയ പ്രോജക്റ്റുകളാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഗ്രോത്ത് ഇല്ല. അപ്പോൾ കമ്പനി വലുതാവുക, കമ്പനിയുടെ സ്പേസ് വലുതാവുക, കമ്പനിയിലെ എംപ്ലോയീസ് വലുതാവുക എന്നുള്ളത് കൊണ്ട് മാത്രം വലിയൊരു കമ്പനിയായി മാറി എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളെയാണ് നമ്മൾ ലോക്കലാണോ ഇൻ്റർനാഷണൽ ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് നല്ല മികച്ച ഔട്ട്പുട്ട് തരുന്ന രീതിയിലുള്ള വളരെ ഹൈ പോസ്റ്റിലുള്ള അല്ലെങ്കിൽ നല്ല നിലവാരത്തിലുള്ള നല്ല ലെവലിലുള്ള കമ്പനികൾക്കൊത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അത്തരത്തിലുള്ള ക്ലയൻസുകളുമായിട്ട് നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അത്തരത്തിലുള്ള മികച്ച കമ്പനികളുടെ പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ള റേഞ്ചിലേക്ക് നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്താഗതികൾ മാറും. നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാനുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സ് എൻറ്റയർലി മാറി വരാനുള്ള സ്കോപ്പ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും, ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയി ഇത്തരം ഡിസൈനിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ പഠിച്ചാലും നിങ്ങൾ എപ്പോഴും ഓർത്തോളുക, ഈ പഠിക്കുന്ന UI/UX എന്ന് പറയുന്ന ഈ ഒരു ഡിസൈനിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള ഏറ്റവും മികച്ച ജോബ് പ്രൊഫഷനുകളിലൊന്നാണ്, ഏറ്റവും കൂടുതൽ സാലറി കരസ്ഥമാക്കാൻ പറ്റുന്ന ജോലികളിലൊന്നാണ് എന്നുള്ളൊരു ചിന്താഗതി ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു മനോഭാവം നിങ്ങളുടെ ഒരുപാട് മികച്ച കമ്പനികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കും. അപ്പോൾ വലിയ കമ്പനികളിൽ എത്തിപ്പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഏത് ചെറുകിട കമ്പനിയിലിരുന്നാലും നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയിൽ എത്താനായിരിക്കണം, വലിയ പ്രോജക്റ്റുകളിൽ ഉൾക്കൊള്ളാനായിരിക്കണം, അതുപോലെ തന്നെ ഒരു ഹൈ സാലറി കിട്ടാനുള്ളതായിരിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, നമ്മുടെ ഈ കേരളത്തിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾ പിന്നിട്ട ഡിസൈനേഴ്സായിട്ടുള്ള പല ആൾക്കാരും ഓർത്തോളുക, നിങ്ങളിപ്പോൾ നിൽക്കുന്ന കമ്പനികളിൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു 6 വർഷത്തെയോ അല്ലെങ്കിൽ 8 വർഷത്തെയോ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു UI/UX ഡിസൈനർ എന്ന നിലയിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എടുത്തു നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 lakh റുപ്പിയുടെ മേലിൽ സാലറി ആകേണ്ടതുണ്ട്. ഏകദേശം ഒരു 10 years ഓഫ് എക്സ്പീരിയൻസ് എത്തിയ ഒരു ഡിസൈനർ പോലും പലപ്പോഴും കേരളത്തിൽ 1 ലക്ഷത്തിന് താഴെയാണ് സാലറി മേടിച്ചു വരുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. അതായത് ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡിസൈനർ നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ സാലറി ഒരു 1 lakhന് മുകളിലായിരിക്കേണ്ടതുണ്ട്. കാരണം അത് മുകളിലെത്തി പറ്റേണ്ടത് ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡിസൈനേഴ്സിൻ്റെ ഒരു സാലറി റേഞ്ച് എടുത്ത് നോക്കിയാൽ അതൊരു ബേസിക് സാലറി ആയിട്ട് പോലും ചിലപ്പോൾ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്രയും എക്സ്പീരിയൻസ് എത്തിയിട്ട് പോലും നിങ്ങൾക്ക് അത്തരത്തിലൊരു സാലറി ലെവലിൽ എത്തിപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർത്തോളുക, നിങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് അതിൻ്റെ റീസൺ. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കംഫർട്ട് സോണാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ മുകളിലേക്കുള്ള കമ്പനികളും മുകളിലേക്കുള്ള മികച്ച പ്രോജക്റ്റുകൾ ചെയ്യാൻ അവസരം കിട്ടുന്ന സ്ഥാപനങ്ങളെയും നമ്മൾ കണ്ടെത്തി പിടിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ സ്റ്റാൻഡേർഡ്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി അത് എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ആ ഒരു കഴിവിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളെ കൂടുതൽ മെച്ചപ്പെട്ട പ്രോജക്റ്റുകളായിട്ട് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ തന്നെ അതിനുള്ള അവസരം കിട്ടേണ്ടതുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഫ്രീലാൻസ് ലെവലിലോ മറ്റുമൊക്കെ തന്നെ മികച്ച ക്ലയൻസുകളെ കണ്ടെത്തി മികച്ച പ്രോജക്ട്സുകളിൽ ഭാഗമാകേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മികച്ച പ്രോജക്ട്സുകളിൽ പങ്കെടുത്ത് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ്
നിങ്ങൾ അടുത്തതായിട്ടുള്ള പടികളിലേക്ക് കയറ്റിവിടുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അത് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എക്സ്പീരിയൻസിന് അനുയോജ്യമായ രീതിയിലുള്ള നല്ല പ്രോജക്റ്റും നല്ല സാലറിയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഒരിക്കലും നിങ്ങളൊരു ലോക്കൽ സ്ഥാപനത്തിലോ ഒരു ലോക്കൽ പ്രോജക്റ്റിലോ അകപ്പെട്ട് വളരെ കുറഞ്ഞ ശമ്പളത്തിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ടെൻഡൻസി മാറ്റിയെടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 10 years എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നമുക്കൊരു 1 lakhന് മേലിൽ സാലറി കിട്ടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇന്ന് ഒട്ടുമിക്ക കമ്പനികളിലും അത്തരത്തിലുള്ള റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണവും ഒരുപാടാണ് എന്നും കൂടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങൾ നേടുന്ന ചെറിയ ഒരു ശമ്പളമാണ്, ചെറിയൊരു ലോകമാണ് ഇത് എന്നൊരിക്കലും ചിന്തിച്ച് നെഗറ്റീവായി താഴേക്ക് പോകരുത്. നിങ്ങൾ എപ്പോഴും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ളതും അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കണ്ടെത്തി, അത്തരത്തിലുള്ള കമ്പനികൾ കണ്ടെത്തി ഒരു ഹൈലി പെയ്ഡ് ജോബ് അക്യൂർ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇപ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തോളുക. അപ്പോൾ ഇനി മുതലെങ്കിലും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്, ഒരു ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ചെന്ന് വെബ് ഡിസൈനർ എന്ന് പറയുന്ന ഒരു പഴയ പ്രൊഫൈലിൽ HTML-ഉം CSS-ഉം വെബ്സൈറ്റിൻ്റെ ഡിസൈനും എല്ലാം കൂടെ ചേരുന്ന ഒരു അവിയൽ രൂപത്തിൽ വർക്ക് ചെയ്ത് കളയാനുള്ളതല്ല നിങ്ങളുടെ സമയം. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഡിസൈനറാണെങ്കിൽ ഡിസൈൻ ക്വാളിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഡിസൈനിൽ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ അറിവുകൾ വളർത്തിയെടുക്കാൻ ശ്രദ്ധിച്ചോളുക. ഡിസൈനിങ്ങിൻ്റെ മാക്സിമം തലങ്ങളിലേക്ക് മുകളിൽ ചെന്ന് ടോപ്പ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റിലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പിലോട്ടോ HTML CSS രംഗത്തേക്ക് പോവുക. അത്തരത്തിൽ ആ ഒരു മേഖലയിലൂടെ മികച്ചതായി മാറാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരിക്കലും ഒരു ലോക്കൽ കമ്പനിയിൽ ചെന്ന് വെബ്സൈറ്റും ഡിസൈനും HTML-ഉം CSS-ഉം എല്ലാം ചെയ്തുകൊണ്ട് ഒരു ലോക്കൽ പ്രോജക്റ്റുകളിൽ മാത്രം പെട്ട് ഒരു ലോക്കൽ സാലറിയിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ എല്ലാവരിലേക്കും എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുകൊണ്ട് ഒരിക്കലും താഴേക്ക് ചിന്തിക്കാതെ തിങ്ക് ഹൈ എന്ന് പറയുന്ന പോലെ മുന്നിലേക്ക് ചിന്തിക്കുക. മികച്ച ടോപ്പ് ലെവൽ കമ്പനികളുടെ ഭാഗമായി ഒരു ടോപ്പ് സാലറി പേഴ്സണായി മാറാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മികച്ച പ്രൊഫഷണൽ ഡിസൈനറായി മാറാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂസ്ഫുൾ ആകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എനിക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്കൊരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചാറ്റ് ചെയ്താൽ മാക്സിമം നമ്മൾ അതിൻ്റെ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഡിസൈനേഴ്സും പ്രത്യേകിച്ചും കേരളത്തിൽ വലുതായി ചിന്തിക്കുക, മുമ്പോട്ട് പോവുക, ഒരു വലിയ മികച്ച അവസരത്തിന് വേണ്ടി പ്രയത്നിക്കുക. നമ്മുടെ ഡൊമൈൻ, നമ്മുടെ ഈ ജോബ് എന്ന് പറയുന്നത് ഒരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു സാലറി ജോബാന്നുള്ള ഒരു തോട്ട് മനസ്സിലുണ്ടാക്കിയെടുത്ത് ഒരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ള അവസരങ്ങളുടെ ഒരു മികച്ച അവസരങ്ങളിലേക്ക് ചെന്നെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആകട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളിൽ കൂടെ ദയവേദി ഒരു വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.